ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് 5 കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഏറ്റവും പുതിയ ഒരു കാര്യം നമുക്ക് അറിവായിട്ടുണ്ട്. ASMുമായി ബന്ധപ്പെട്ടാണ്, അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് അതിന്റെ പരീക്ഷ ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ ഓഗസ്റ്റ് മാസത്തിൽ 2 ഘട്ടമായി നടക്കാൻ പോകുന്നു. ഏറ്റവും പുതിയ PSC അപ്ഡേഷൻ ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ ഓഗസ്റ്റ് മാസത്തിൽ 2 ഘട്ടമായി നടക്കുന്നു. പരീക്ഷാ തീയതി അറിയണം. അതുപോലെ ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് വരുന്നത്, ഇതൊക്കെ അറിയാം. കൂടാതെ ഓരോ ജില്ലയിലും കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം എത്രയാണ്, ഇതെല്ലാം നമുക്ക് നോക്കാം. കൂടാതെ സിലബസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് തന്നെയാണ്, എന്നാലും അതുകൂടെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 2 ഘട്ടമായിട്ടാണ് ASMന്റെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ പരീക്ഷാ തീയതിയും ഏതൊക്കെ ജില്ലക്കാണ് പരീക്ഷകൾ, 1ാം ഘട്ട പരീക്ഷ, 2ാം ഘട്ടം ഏതൊക്കെ ജില്ലക്കാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ 1ാം ഘട്ട പരീക്ഷയുടെ കാര്യമാണ് നോക്കുന്നത്. ഫസ്റ്റ് ഫേസ് 1ാം ഘട്ടമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 1ാം ഘട്ട പരീക്ഷ നടക്കുന്നത് ഇതാ ഓഗസ്റ്റ് 2-നാണ്. ഓഗസ്റ്റ് 2 ജോർജ് കുട്ടി ധ്യാനം കൂടാൻ പോയ ദിവസമാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഇവിടെ 1ാം ഘട്ട ASMന്റെ പരീക്ഷ നടക്കുന്നത്. ഏതൊക്കെ ജില്ലകൾക്കാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, മലപ്പുറം, അതുപോലെ കോഴിക്കോട് 6 ജില്ലകൾക്കാണ് 1ാം ഘട്ട പരീക്ഷ ഓഗസ്റ്റ് 6-ാം തീയതി നടക്കുന്നത്. എത്രയാണ്? 6 ജില്ലകൾക്ക്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, ഈ 6 ജില്ലകൾക്ക് ഓഗസ്റ്റ് 2-നാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷ ശനിയാഴ്ചയാണ് 1:30 മുതൽ 3:30 വരെ, അതായത് 1.5 മണിക്കൂറാണ് പരീക്ഷാ സമയം. ഇനി ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നത് നമുക്ക് 19/7/2025, അതായത് ജൂലൈ 19 മുതൽ 1ാം ഘട്ട പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് ലഭിക്കും. അതായത് ഈ ജില്ലക്കാർക്ക് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലക്കാർക്ക് 19/7/2025 ഹോൾ ടിക്കറ്റ് ലഭ്യമാകുമെന്ന് മനസ്സിലാക്കുക. പരീക്ഷ ഓഗസ്റ്റ് 2-നാണ്. ഓഗസ്റ്റ് 2 കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കാണ് ASMന്റെ പരീക്ഷയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. 527/2024 കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ജില്ലയിലും ഈ 1ാമത്തെ ഘട്ടത്തിലുള്ള ജില്ലക്കാരുടെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം നോക്കാം. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തത് 67,706 പേരാണ്. 67,706 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ. അതുപോലെ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 13,699 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ. കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ അത് 17,577 ആണ്. 17,577 പേരാണ് കോട്ടയം ജില്ല. തൃശൂർ ജില്ലയിലേക്കാണെങ്കിൽ 25,478 പേർ. തൃശൂർ ജില്ലയിൽ 25,478 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറത്ത് 34,021 പേരാണ്. 34,021 പേരാണ് മലപ്പുറം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത്. കോഴിക്കോടേക്ക് എത്തുമ്പോൾ അത് 40,381 ആകും. 40,381 പേരാണ് കോഴിക്കോട് ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ആളുകളോടാണ് ഈ ജില്ലകളിലുള്ള ആളുകൾ മത്സരിക്കേണ്ടതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ പരീക്ഷാ തീയതി 1ാം ഘട്ടം വന്നിട്ടുണ്ട്. 1ാം ഘട്ട പരീക്ഷ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഓഗസ്റ്റ് 2-ാം തീയതിയാണ് പരീക്ഷ, 1ാം ഘട്ടം. ഇനി 2ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. 2ാം ഘട്ട പരീക്ഷ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. ഓഗസ്റ്റ് 9-നാണ് 2ാം ഘട്ട പരീക്ഷ നടക്കുന്നത്. ഓഗസ്റ്റ് 9-ന് 8 ജില്ലകൾക്കാണ് പരീക്ഷ. 8 ജില്ലകൾക്ക് ഓഗസ്റ്റ് 9-ന് പരീക്ഷ നടക്കുകയാണ്. ആ ജില്ലകൾ നമുക്ക് നോക്കാം. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂര്, കാസർഗോഡ്. ബാക്കിയുള്ള 8 ജില്ലകൾക്ക് ഓഗസ്റ്റ് 9-ാം തീയതി ശനിയാഴ്ച 1:30 മുതൽ 3:30 വരെ തന്നെ പരീക്ഷ നടക്കുകയാണ്. ഇവർക്ക് 26/7/2025 മുതലാണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുക. അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എഴുതുന്ന 2ാം ഘട്ട പരീക്ഷ ഉള്ള ഓഗസ്റ്റ് 9-ന് നടക്കുന്ന പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് 26/7/2025 ജൂലൈ 26-ാം തീയതി ലഭിക്കും. ഏതൊക്കെ ജില്ലക്കെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, ഇടുക്കി ജില്ല, എറണാകുളം ജില്ല, പാലക്കാട് ജില്ല, വയനാട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല എന്നീ 8 ജില്ലക്കാർക്കാണ് ഓഗസ്റ്റ് 9-ന് പരീക്ഷ നടക്കുക. ജൂലൈ 26-ാം തീയതി ഹോൾ ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. 1.5 മണിക്കൂറാണ്
പരീക്ഷ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 1:30 ഹാജരാകണം, 2 മണിക്ക് പരീക്ഷ തുടങ്ങും, 3:30 പരീക്ഷ കഴിയും. ഇനി ഈ ജില്ലകളിലെ കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണം നോക്കാം. കൊല്ലം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് 38,959 പേരാണ്. 38,959 പേരാണ് കൊല്ലം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത്. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ 26,986 പേർ, 26,986 പേർ ആലപ്പുഴ ജില്ല. ഇടുക്കി ജില്ലയിൽ 12,415 ആണ്. 12,415 പേരാണ് ഇടുക്കി ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ അത് 32,091 പേർ. എറണാകുളം ജില്ലയിൽ 32,091 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. പാലക്കാടേക്ക് എത്തുമ്പോൾ അത് 36,774 ആണ്. 36,774 പേരാണ് പാലക്കാട് ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത്. വയനാട് ജില്ലയിൽ അത് 11,462 ആണ്. വയനാട് ജില്ലയിൽ 11,462 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 25,640 പേർ, 25,640 പേരാണ് കണ്ണൂർ ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത്. കാസർഗോഡ് ജില്ലയിൽ 13,287 പേർ, 13,287 പേരാണ് കാസർഗോഡ് ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് പരീക്ഷ, അതായത് 2ാം ഘട്ട പരീക്ഷയുള്ള ആളുകൾ ഓഗസ്റ്റ് 9-ാം തീയതി, അതായത് വലിയ ഗ്യാപ്പില്ല, ഒരാഴ്ചത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. പരീക്ഷ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ആളുകളോടാണ് 2ാം ഘട്ടക്കാർ എന്താണ് ഈ ജില്ലക്കാർ, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർ എന്നാണ് ഓരോ ഇതിലും മത്സരിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പരീക്ഷാ തീയതി മറക്കണ്ട. 1ാം ഘട്ടത്തിൽ ഓഗസ്റ്റ് 2-ഉം 2ാം ഘട്ടത്തിന് ഓഗസ്റ്റ് 9-ഉമാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പുതിയ PSC അപ്ഡേഷൻ ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ സിലബസ് നമുക്കറിയാം. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് 100 മാർക്കിന്റെ സിലബസിൽ വരുന്നത് ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷ നമുക്ക് മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് 100 മാർക്കിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ സിലബസുമായിട്ട് വരുന്നത്. അപ്പൊ പരീക്ഷാ തീയതി വന്നു, ഇനി അത്രയേ ദിവസങ്ങളുള്ളൂ, ഒരുപാട് ദിവസമൊന്നും നമ്മുടെ മുന്നിലേക്ക് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജൂലൈ എന്ന് പറയുന്ന 31 ദിവസമുണ്ട്, പിന്നെ ഓഗസ്റ്റ് 1 ദിവസം നമുക്ക് കിട്ടും. ഓഗസ്റ്റിൽ 1 ദിവസം. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്കറിയാം 20 20 കഴിഞ്ഞ ഈ മാസം ഏകദേശം എത്രയാണ്, ഒരു 10 ദിവസം കൂടിയുണ്ട്. 10 കണക്കാക്കേണ്ട, 9 കൂട്ടിയാൽ മതി. അപ്പൊ 9 കണക്കാക്കുമ്പോൾ ഇനി 40 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. 40 ദിവസമാണ് ASMന്റെ പരീക്ഷയിലേക്ക് നമ്മുടെ മുന്നിൽ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഓഗസ്റ്റ് മാസം ആദ്യമാണ് നമ്മുടെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതിയും ഓഗസ്റ്റ് 9-ാം തീയതിയും ഈ ഡേറ്റുകൾ മറക്കാതെ വെച്ച് പഠിച്ചു തുടങ്ങുക. പഠനത്തിന്റെ വേഗത കൂട്ടുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.